നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ആഴ്ചയിൽ ഗുരുവായൂരിലൊന്ന് പോയി തൊഴുതാലൊന്നും നടക്കുന്ന കാര്യമില്ലത്. ഇത് തൊഴുതു പോയത് കൊണ്ടൊന്നും കിട്ടാൻ പോണില്ല. ഉള്ളത് തുറന്നു പറയാം, നിങ്ങൾക്ക് വിഷമം തോന്നരുത്. നിങ്ങൾ ഇനി 1000 തവണ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ടും കാര്യമില്ല. സാധനയും തൊഴിലും വ്യത്യാസമുണ്ട്. സാധന എന്ന് പറയുന്നത് അറിവോടുകൂടി നിങ്ങൾ അമ്പലത്തിൽ പോയി, നേരത്തെ പറയലേ, പ്രദക്ഷിണം വെക്കുന്നു, നാമം ജപിക്കുന്നു, ഉള്ളിൽ രൂപം കാണുന്നു, മനസ്സ് സമർപ്പിക്കുന്നു. അതൊരു അന്ധമായ തൊഴിലല്ല. അതിൽ ബോധമുണ്ട്, അതിൽ അറിവുണ്ട്, ജ്ഞാനമുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെ പടിപടിയായി, നേരത്തെ പറയലേ, തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് സമചിത്തതയിലേക്കും, സമചിത്തതയിൽ നിന്ന് ബ്രഹ്മത്തിലേക്കും എത്തിക്കും. എവിടേക്ക്? പരമാത്മാവിലേക്ക് എത്തിക്കും. ഭഗവാൻ പറയുന്നത് സമചിത്തമായാൽ പരമാത്മാവിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ഗീതയിൽ 12-4 ശ്ലോകം, 12-4 ശ്ലോകം. സംനിയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയ, സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരത. ആരുടെ മനസ്സാണോ സമചിത്തമാവുന്നത്, സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാം ഏവ, അവർക്കെന്നെ എളുപ്പത്തിൽ കൈവരിക്കാൻ, മാമേവ പ്രാപ്നുവന്തി, പ്രാപ്നുവന്തി എന്നാൽ എന്നെ പ്രാപിക്കാൻ പറ്റും. ആർക്ക് പ്രാപിക്കാൻ പറ്റും? സമചിത്തമായൊരു മനസ്സുള്ളവർക്ക്. അപ്പൊ നോക്കൂ, ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു ക്വാളിഫൈഡ് മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പറയൂ പോകുന്നത്. നിങ്ങൾ ഇത്രയും കാലം ഗുരുവായൂരിലൊക്കെ തൊഴുതു പോകുന്നവരല്ലേ? ആണോ? സത്യമേ പറയാവേ, അമ്പലത്തിന്റെ തൊട്ടടുത്ത് നുണ പറയാൻ പാടില്ല. സത്യമല്ലേ പറയുള്ളൂ? എന്നാലും ഞാൻ ചോദിക്കുള്ളൂ. ആണോ? തമോ ഗുണം രജോ ഗുണവും, രജോ ഗുണം സത്വഗുണവും, സത്വഗുണം സമചിത്തതയും ഒക്കെ ആവുന്നുണ്ടോ ഇതുവരെ തൊഴുതിട്ട്? എൻ്റെ കാത് പെട്ടെന്ന് നിന്നു പോയതുപോലെ. അതോ ശങ്കരൻ തെങ്ങ് തന്നെയാണോ? എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? ഞാൻ മെന്റലി കുറെ സ്ട്രോങ് ആവുന്നുണ്ട്. എത്ര പേർക്ക് തോന്നുന്നുണ്ട്? അത് തൊഴുതുപോയത് കൊണ്ടാണോ അവനവന്റെ സാധന ഇതുകൊണ്ടാണോ? തൊഴുതുപോയത് കൊണ്ട് അങ്ങനെ ഒരു മാറ്റം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? തൊഴുതത് കൊണ്ട് മാത്രം, ഒരു സാധനയും ചെയ്യാതെ തൊഴുതത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകില്ല. സാധന ചെയ്യുന്നവർക്ക് മാറ്റം ഉണ്ടാവും. എന്നാൽ അമ്പലം എന്തിനാണ്? സാധന ചെയ്യാനാണ്. ഏതിനല്ല? കേവലം തൊഴുതു പോവാനല്ല. അതാണ് ഭൂരിപക്ഷം ആളുകളും തൊഴുതു പോവാനാണ്. അവര് സാധന ചെയ്യുന്നവർ വളരെ പറയൂ, അങ്ങനെ തൊഴുതിട്ടും യാതൊരു കാര്യമില്ല. ഇത് തുറന്നു പറഞ്ഞ അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. ഇത് ശരിക്കും എല്ലാ ഹിന്ദുക്കളും പഠിച്ചാലുണ്ടല്ലോ, പിന്നെ വായും പൊളിച്ച് നിങ്ങൾ അമ്പലത്തിൽ വെറുതെ ഇരിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഇരുന്ന് കുറച്ച് നാമജപമൊക്കെ ചെയ്തിട്ട് വേണം ഞാൻ പോവാൻ. അപ്പോഴാണ് അന്തരീക്ഷത്തിന്റെ ആ ഊർജം, അന്തരീക്ഷത്തിന്റെ ശക്തി. ഈ സ്ഥലത്ത് പൂന്താനം വെറുതെയല്ല ഇരുന്നത്, അദ്ദേഹം ഇരുന്ന് നാമം ജപിക്കുമായിരുന്നു. അങ്ങനെ നാമം ജപിച്ചുകൊണ്ടാണ് ഈ മരപ്രഭു വന്നത്. പൂന്താനം ഇങ്ങനെ നാമം ജപിക്കും, വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അമരപ്രഭു എന്നത് മരപ്രഭു എന്ന് ഉച്ചരിച്ചപ്പോൾ ഭട്ടതിരിപ്പാടിന് ഒരു ചെറിയൊരു വിഷമം തോന്നി. കാരണം ഭട്ടതിരിപ്പാട് വളരെ സാൻസ്ക്രിറ്റ് സ്കോളറായിരുന്നു. അദ്ദേഹം വളരെ അതിലൊരു പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പൂന്താനം മരപ്രഭു മരപ്രഭു മരപ്രഭു, എന്താ അത് ഭഗവാൻ എന്താ മരം കൊണ്ടുണ്ടാക്കിയതോ? അമരപ്രഭു എന്ന് ചൊല്ലു. ഇപ്പൊ അവിടെ ഒരു ആയുടെ ഒരു വിസർഗം അതാരും ചൊല്ലാറില്ല. അത് മരപ്രഭു എന്ന് വന്നു. അന്ന് ഭട്ടതിരിപ്പാടിന് ഭഗവാൻ അശരീരി പോലെ പറഞ്ഞു എന്നല്ലേ, ഞാൻ അമരപ്രഭുവുമാണ് മരപ്രഭുവുമാണ്. അങ്ങനെ ഉണ്ടായ ഒരു സങ്കല്പത്തിലുണ്ടായ രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പൂന്താനം വെറുതെ ഇരിക്കുകയിരുന്നില്ല, ജപിക്കുകയായിരുന്നു. ഭട്ടതിരിപ്പാടും വെറുതെ ഇരിക്കുകയിരുന്നില്ല. ഇവരൊക്കെ ജപിച്ചിട്ടാണ് ഈ ക്ഷേത്ര സംസ്കാരത്തെ
അവരെ ജീവിത പരിവർത്തനത്തിന് ഉപയോഗിച്ചതെങ്കിൽ വെറുതെ തൊഴുതു പോകുന്നവർക്ക് എന്താ കിട്ടുക? നിങ്ങളൊന്ന് പറയൂ. ഇത് ഹിന്ദുക്കളുടെ ആ ഒരു തൊഴുതു പോകുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തണ്ടേ? വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണ്ടേ? നമുക്ക് ആ നാമജപ സംസ്കാരം, കാരണം കലിയുഗത്തിൽ തൊഴുതു പോകുന്നതിനല്ല പ്രാധാന്യം. കലിയുഗത്തിൽ എന്താ പ്രാധാന്യം? നാമത്തിനാണ്. അതാണ് കലിയുഗം. ശരിക്കും പറഞ്ഞാൽ പൂജകൾക്കല്ല പ്രാധാന്യം. കലിയുഗത്തിലെ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു തിരുമേനിയെ വെച്ച് പൂജ ചെയ്യുന്നതും ആ സമയത്ത് നാമം ജപിച്ചാലേ പൂജ കൊണ്ട് കാര്യമാണ്. മനസ്സിലായി? നിങ്ങൾ നാമം ജപിക്കുന്നില്ലേ, പൂജ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. കാരണം കലിയുഗം നാമത്തിന് പ്രാധാന്യമുള്ള കലിയുഗം എന്നാൽ നാമയുഗമാണ്. ഏതാണ് ഇത്? 12-ാം സ്കന്ധം 4-ാം അധ്യായത്തിലെ ഏറ്റവും ഒടുവിലത്തെ വരിയില് പറയും, ഹൃദയധ്യായതോ വിഷ്ണു. 12-ാം സ്കന്ധം 4-ാമത് അധ്യായം ഏറ്റവും ഒടുവിലത്തെ വരി, ധ്യായതോ വിഷ്ണു. കാണുന്നുണ്ടോ നിങ്ങൾ ശ്ലോകം? ആർക്കെങ്കിലും കിട്ടിയോ ഞാൻ പറഞ്ഞത്? 12-ാമത്തെ അധ്യായത്തില് ഏറ്റവും 3-ാമത്തെ അധ്യായത്തില് 4-ാമത്തെ ഏറ്റവും ലാസ്റ്റ് ശ്ലോകമാണ്. ഹൃദയധ്യായതോ വിഷ്ണു ത്രേധായം യജതോ മകൈ ദ്വാപരേ പരിചര്യായാം കലോ കേശവ കീർത്തനാത്. കണ്ടോ? ഇപ്പൊ കലിയുഗത്തിൽ ഏറ്റവും പ്രാധാന്യം എന്തിനാണ്? മനസ്സിലായില്ലേ? ശ്ലോകം മനസ്സിലായില്ലേ? ഹൃദയധ്യായതോ വിഷ്ണു. കൃതയുഗത്തിൽ ആളുകൾക്ക് ധ്യാനിച്ചാൽ ഭഗവാന്റെ ആ ശക്തി, അനുഗ്രഹം അനുഭവിക്കാമായിരുന്നു. ഭഗവാന്റെ ശക്തി ഉണർത്താമായിരുന്നു ധ്യാനത്തിലൂടെ. എന്നാൽ ത്രേതായം മഖം എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ വേണ്ടി വന്നു. പിന്നീട് പരിചര്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പൂജാദികള്, പൂജകൾക്കൊക്കെ ദ്വാപരയുഗത്തിലാണ് പ്രാധാന്യം. എന്നാൽ കലിയുഗത്തിൽ കലോ കേശവ കീർത്തനാത്. ഇത് തന്നെ ഭട്ടതിരിപ്പാട് 92-ാം ദശകത്തില് നാരായണീയത്തില് 5-ാം ശ്ലോകത്തിൽ പറയും. 92 നാരായണീയത്തിലെ ദശകത്തില് 5-ാമത് ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയും. ഇതേ ശ്ലോകത്തെ എടുത്തുകൊണ്ട് ഭട്ടതിരിപ്പാട് അവിടെ വ്യാഖ്യാനിച്ച് പറയും. എന്താണ്? ശ്വേതശ്ചായം മുനിപരവപുഷം പ്രീണയന്തേ തപോവി. ആരുടെങ്കിലും കയ്യിലുണ്ടോ നാരായണീയം? ആരുടെങ്കിലും കയ്യിലുണ്ടോ? ചൊല്ലു. ശ്വേതശ്ചായം മുനിപരവപുഷം പ്രീണയന്തേ തപോവി. ത്രേതായം 92-ൽ 5. 92-ൽ 5 ആണോ? ശ്ലോകം നോക്കൂ നിങ്ങൾ. ആണോ? ശ്ലോകം കറക്റ്റ് ആണോ? ശ്വേതശ്ചായം മുനിവരവപുഷം പ്രീണയന്തേ തപോവി. ത്രേതായം സൃക്സുവാദി അരുണതരും. പിന്നെ അടുത്തത് സേവന്തേ തന്ത്രമാർഗൈ. വായിക്കൂ. ദ്വാപരേ നീലം സങ്കീർത്തനാദ്യേ ഇഹ കലിസമയേ മാനുഷം ത്വം ഭജന്തേ. എന്താ പറയുന്നത്? ശ്വേതശ്ചായം മുനിപരവപുഷം പ്രീണയന്തേ. ശ്വേതം എന്ന് പറഞ്ഞാൽ സത്യയുഗത്തിൽ ആളുകൾക്ക് ധ്യാനം. ത്രേതായം സൃക്സുവാത്തി അരുണതരും. ഭഗവാന്റെ ആ അഗ്നിയിലേക്ക്, ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കണം. എന്നാൽ ദ്വാപരത്തിലോ പരിചര്യായ എന്ന് വെച്ചാൽ സേവന്തേ തന്ത്രമാർഗയും. തന്ത്രമാർഗമാണ് എന്ന് വെച്ചാൽ പൂജാദികൾ. എന്നാൽ നീലം സങ്കീർത്തനാദി ഇഹ കലിസമയേ മാനുഷം ത്വം ഭജന്തേ. കലിയുഗത്തിൽ മനുഷ്യർക്ക് പറഞ്ഞിരിക്കുന്ന സാധന ഏതാണ്? എന്നാൽ എങ്ങനെ ഈ സംഗതി നമ്മുടെ കുട്ടികൾക്കില്ലാതെ പോയി എന്നുള്ള അറിയാത്തത്? ഇത് വല്ല ബന്ധമുണ്ടോ നമ്മളെ കുട്ടികളായിട്ട്?
ഇതെങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആരാ ഉത്തരവാദി? ഗവൺമെന്റോ? ഗവൺമെന്റാണോ ഉത്തരവാദികള്? നമ്മുടെ കുട്ടികൾക്ക് നാമം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിന് ഉത്തരവാദി ആരാണ്? നിങ്ങളൊക്കെ ശീർഷാസനത്തിൽ നിർത്തണ്ടേ? ഇല്ലേ? വേണോ വേണ്ടയോ? നമ്മളല്ലേ ഈ തെറ്റ് ചെയ്തത്? അപ്പൊ അവരെയൊക്കെ കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ? ഏതിലേക്ക്? നാമജപത്തിലേക്ക്. അതുകൊണ്ട് ഈ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ നമുക്കങ്ങോട്ട് ജപിക്കണം, ഒരു മാറ്റം ഉണ്ടാക്കണം. വേണ്ടേ? ഇവിടെ 3 കാര്യത്തിനല്ല വന്നത്. പരാതി പറയരുത്, ദുഃഖിച്ചിരിക്കരുത്, വെറുതെ മൊബൈൽ തോണ്ടിയിരിക്കരുത്. എന്താണ്? എന്ത് ചെയ്യരുത്? പരാതി പറഞ്ഞിരിക്കരുത്, ദുഃഖിച്ചിരിക്കരുത്, വെറുതെ ആരുടെയും കുറ്റവും കുറവും ആരുടെയും വായിൽ നോക്കി, കണ്ടവന്റെ ട്യൂബും നോക്കി, കണ്ടവരുടെ ഫേസ് നോക്കിയിരുന്ന് സമയം കളയരുത്. കാരണം സമയം ഒരിക്കൽ പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കുറ്റം പറഞ്ഞുകൊണ്ട് ആരെ നേരെയാക്കാൻ പറ്റണു? നിനക്ക് ആര് നേരെയാക്കാം? ദുഃഖം പറഞ്ഞുകൊണ്ട് ആർക്ക് നിങ്ങളെ നേരെയാക്കാൻ പറ്റുമോ? നിങ്ങളെയും ആർക്കും നേരെയാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാനുള്ളത്? പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ദുഃഖം വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ദുഃഖം വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പോവുക. ഭാഗവതത്തില് ഉദ്ധവർക്ക് കൃഷ്ണൻ ഉപദേശം കൊടുക്കുമ്പം ഒരു ഗംഭീരമായൊരു ഭാഗമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11-ൽ 9-ലോ 8-ലോ ഞാനത് നോക്കി കൃത്യം പറയാം. ആ ശ്ലോകം ഒന്ന് പഠിക്കേണ്ട ഒരു ശ്ലോകമാണ്. നിങ്ങൾ എല്ലാവരും ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തില് ഇത് വരുന്നത് 11-19 കറക്റ്റാണ്. 11-19. ചില സമയത്ത് ഓർമ്മ പോവും ഏതൊക്കെ ശ്ലോകങ്ങൾ എവിടെയാണെന്നുള്ളത്. ചിലപ്പോൾ കണക്ഷൻ പോയും. 11-19 ഗാം ദുക്തദോഹാമസതിം ച ഭാര്യം ദേഹം പരാധീനമസത് പ്രജം ച വിത്തം ത്വദീകൃതമംഗവാജം ഹീനം മയാ രക്ഷതി ദുഃഖദുഃഖീ. അത് നല്ലൊരു ശ്ലോകമാണിത്. പറയാണ് ഗാം ദുഗ്ധദോഹം. ഗാം എന്ന് പറഞ്ഞാൽ പശു, ദുഗ്ധദോഹം എന്ന് പറഞ്ഞാൽ കറവ് പറ്റിയൊരു പശു എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും പ്രസവിക്കാത്തൊരു പശു. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും എന്താ ചെയ്യുക? പറയേണ്ട കാര്യമില്ല എവിടെയാ പോവുക എന്നുള്ളത്, ആരുടെ കയ്യിലാ കിട്ടുക എന്നുള്ളത് പറയണ്ട. ആരെങ്കിലും അതിനെ തീറ്റിപ്പോറ്റുമോ? ഇനി പ്രസവിക്കാത്തൊരു പശുവിനെ തീറ്റിപ്പോറ്റുമോ? എന്നാൽ അങ്ങനെ വിൽക്കാൻ പറ്റാതെ, കാരണം അന്ന് അങ്ങനെയുള്ള ക്രൂരന്മാരില്ല. അപ്പൊ വീട്ടിൽ തന്നെ ആ പശുവിനെ കൊണ്ടു നടക്കണം. അപ്പൊ ഒരു കറവുമില്ല, പ്രയോജനമില്ല, വെറും ചാണകവും മൂത്രവും കിട്ടും, അത്രയേ ഉള്ളൂ. അത് ചാവുന്നത് വരെ നോക്കുകയും വേണം. ഈ രീതിയിൽ ഉള്ള ഒരു പശു ഉള്ള ഒരാള് അസതിം ച ഭാര്യ നല്ല അസത്ത്. ഭാര്യയ്ക്ക് ഇയാളുടെ കാര്യം നോക്കാൻ ഒട്ടും സമയമില്ല. ഫേസ്ബുക്കിൽ സമയമുണ്ട്, വാട്സാപ്പിൽ സമയമുണ്ട്. ഭർത്താവിന്റെ കാര്യത്തിൽ അയാളുടെ കയ്യിലിരിപ്പ് അങ്ങനെയാന്ന് വെച്ചോളൂ. അയാളും അത്രേ യോഗ്യനുള്ളൂ. ഭാര്യയ്ക്ക് അത്ര താല്പര്യമില്ല ആളോട്. ഭാര്യയുടെ വഴിക്കാണ്. ഇനി 3-മത്തതാണെങ്കിലോ ദേഹം പരാധീന. എവിടെ തൊട്ടാലും വേദനയാണ്. ഒരു ഭാഗവും വേദന ഇല്ലാത്തതില്ല. എന്നും അസുഖങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ട്. ഇനി മക്കളാണെങ്കിലോ അസത് പ്രജ, അത് അതിലേറെ അസത്തുക്കളും. എന്ന് വെച്ചാൽ അവരെ കൊണ്ടും ഒരു ഉപകാരം ഇല്ല. നല്ല ജീവിതമല്ലേ? ഒരു വരുമാനമുള്ള പശുവിന്റെ കറവ് നിന്നു. ഭാര്യ പറഞ്ഞാൽ ഉണ്ടാക്കില്ല. ഭാര്യയ്ക്കും കൂടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഇയാള്. മക്കളും പറഞ്ഞാൽ അനുസരിക്കില്ല. എന്നും ശരീരത്തിന് ഓരോരോ അസുഖങ്ങളും. ഇനി വിത്തം, കുറച്ച് സ്വത്തുള്ളതോ അത് കേസും കൂട്ടത്തിലും പെട്ടിരിക്കുക. അതും അനുഭവിക്കാനുള്ളൊരു യോഗില്ല. എന്നും കേസും കൂട്ടും ബഹളമായിട്ട്. ഇങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ സുഖം ഉണ്ടാവുമോ?
സുഖം ഉണ്ടാവുമോ? ആർക്കും സുഖം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇതൊക്കെ ഈ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ഈ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വാചം വേണ്ടാത്തത് ഹീനം, വേണ്ടാത്തത് ചിന്തിക്കാതെ മയാ മയാ എന്നിൽ അർപ്പിച്ചിരിക്കുകയാണ്. അതായത് ബാക്കി എന്തു ദുരിതങ്ങള് അദ്ദേഹത്തിനെ വേദനിപ്പിച്ചാലും അതിലൊന്നും മനസ്സ് വെക്കാതെ ആരിൽ വെച്ചിരിക്കുന്നു? ഇത് എളുപ്പാണോ? എളുപ്പാണോ? അങ്ങനെ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖി എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് അത് വായിച്ച പിടികിട്ടിയത്. ഒരു മഹാത്മാവ് പറഞ്ഞു തന്നത് ദുഃഖി എന്ന് പറഞ്ഞാൽ, ദുഃഖി എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖത്തിൽ നിന്നും മറ്റൊരു ദുഃഖം എന്നാണ് പൊതുവെ അർത്ഥമെടുക്കുക. പക്ഷെ ഇവിടെ ഭഗവാനിൽ മനസ്സർപ്പിച്ച ഒരാൾ ദുഃഖിയാണെന്ന് പറഞ്ഞാൽ ഇയാളുടെ ദുഃഖങ്ങൾക്കൊരു ദുഃഖം, ഇത്രയൊക്കെ ദുഃഖം കൊടുത്തിട്ട് ദുഃഖിക്കുന്നില്ലോ എന്ന്. നമ്മളല്ലേ ദുഃഖിക്കുക? ഇയാളുടെ ദുഃഖങ്ങളാണ് ദുഃഖിക്കുന്നത്. ഇത്രയൊക്കെ ദുഃഖം കൊടുത്തിട്ടും ഈ മനുഷ്യനെ എനിക്ക് ദുഃഖിപ്പിക്കാൻ ചില കുട്ടികളിൽ ഇക്കിളിയാക്കിയാൽ ഇക്കിളിയാവാത്ത ഒരു തരത്തിലും ഇക്കിളിയാവില്ല. മസിൽ പിടിച്ച് നിൽക്കുന്നത് ഇല്ലേ? കണ്ടില്ലേ ചില കുട്ടികളെ? ഒന്ന് നിങ്ങൾ നോക്കൂ, ഒന്ന് ഇക്കിളിയാക്കി നോക്കൂ, ഇക്കിളിയാവില്ല. ഈ തരത്തിൽ ബലം പിടിക്കുന്ന പോലെ ദുഃഖങ്ങൾ ദുഃഖിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ ദുഃഖം കൊടുത്തിട്ട് നിക്കിളിയാക്കിയിട്ടും ഈ മനുഷ്യന് ഒരു കുലുക്കുന്നിൽ. അങ്ങനെയുള്ളവരാവാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ദുഃഖങ്ങൾ ദുഃഖിക്കണം, നമ്മളെ ദുഃഖിപ്പിക്കാൻ സാധിക്കുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് ഉയരാൻ പറ്റുന്ന പറയണത്. അപ്പൊ അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ അതിനെന്ത് വേണം? എന്ത് വേണം? മനസ്സിനെ അത്രയും ഉയർത്തിയെടുക്കണം. ഇപ്രകാരം ഈ ഒരു കഥ പറഞ്ഞതിന് ശേഷം അടുത്തതാണ് പാലാഴി മഥനം എന്നൊരു കഥ. പാലാഴി മഥന കഥയാണ് നമുക്ക് അറിയാം. അയ്യപ്പസ്വാമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥ അല്ലേ? പാലാഴി കടഞ്ഞെടുത്തൊരു അമൃതാണ് ഞാൻ, അങ്ങനെയല്ലേ മോഹിനി അവതാരം വരുന്നതും അതിൽ ശിവൻ മോഹിക്കുന്നതും അയ്യപ്പൻ ഉണ്ടാവുന്ന കഥകളൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കേട്ടത്? മോഹിനി അവതാരമായിട്ടെന്നൊക്കെ അല്ലേ? ഈ കഥ ഭാഗവതത്തിൽ പറയുന്ന പാലാഴി മഥന കഥ അത് നമുക്ക് നോക്കാം. എന്താണ് ഈ പാലാഴി മഥനം? ഒരിക്കല് അപ്സരസ്സുകളുടെ കയ്യിലൊരു മാല കിട്ടി, പാരിജാത പൂവിന്റെ മാല. ഇവരിത് ആർക്ക് കൊടുക്കും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സാക്ഷാൽ ദുർവാസ മഹർഷി ആ വഴിക്ക് വരുന്നത്. മഹർഷിയെ കണ്ടതും വേഗം അദ്ദേഹത്തിന്റെ കയ്യിൽ മാല കൊണ്ടു കൊടുത്ത് നമസ്കരിച്ചു. കാരണം മൂക്കിന്റെ അറ്റത്ത് സന്തോഷമുള്ള ഒരാളാണ് ആര്? നല്ല സന്തോഷല്ലേ? കിട്ടും പണി. അത്രയും ഒരു ശുദ്ധിയുള്ള ആളായിരുന്നു ആര്? ദുർവാസാവ്. അങ്ങനെ ദുർവാസാവ് മഹർഷി മാല ദൈവം വിചാരിച്ചു, ഇനിയിപ്പോ ഇതിപ്പോ എന്ത് ചെയ്യും, എനിക്കിപ്പോ ഇത് കിട്ടിയിട്ട് എന്താ കാര്യം, ആർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഐരാവതത്തിന്റെ മുകളിൽ ഇന്ദ്രൻ വരുന്നു. ഇന്ദ്രൻ ദുർവാസാവിനെ കണ്ടതും ചാടിയറായി നേരെ വന്ന് നമസ്കരിച്ചപ്പോഴേക്കും കഴുത്തിൽ ഇട്ട് കൊടുത്തു. ഇന്ദ്രൻ എന്ത് ചെയ്താൽ ഇത് തന്റെ ആനയുടെ മസ്തകത്തിലൊക്കെ ഇട്ട് ഗമയിൽ അങ്ങനെ ഇരുന്ന് പോകുമ്പോൾ പ്രാണികളും വണ്ടുകളും ഈച്ചകളും ഈ പൂവിന്റെ തേനിനും അതിന്റെ വാസനയും കൊണ്ട് ആനയുടെ കണ്ണിലൊക്കെ കയറി കുത്താൻ തുടങ്ങിയ ഭ്രാന്ത് പിടിച്ച് ആന എന്ത് വെച്ചാൽ മാല എടുത്ത് താഴെ ഇട്ട് ഒരു ഒറ്റ ചവിട്ടല് അരച്ചു കളഞ്ഞു. എന്നിട്ട് കലി തീരാതെ ആ മാല തുമ്പിക്കൈ കൊണ്ട് ഒറ്റയേറ് ദുർവാസാവിന്റെ മുഖത്ത് പോയി വീണു. ആ മുഖത്ത് എന്താ പൊതുവേ ഉള്ളത്? പുഞ്ചിരിയല്ലേ? ആ മുഖത്ത് അല്ലെങ്കിൽ ശുണ്ടി പിടിച്ചിരിക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നല്ലൊരു മാല, സുന്ദരമായൊരു മാല, അത് ചവിട്ടി കൂട്ടി എല്ലാം കൂടി നൂലൊരു ഭാഗത്ത് പൂവൊരു ഭാഗത്ത് അത് ചവിട്ടി അരച്ചൊരൊറ്റയേറ്. ഇത് കണ്ടാൽ ദുർവാസാവ് ക്ഷിപ്രം ഭവതി ധർമാത്മാ, പെട്ടെന്ന് ധർമ്മം വരികയൊക്കെ കലി അങ്ങോട്ട് കേറി ഇന്ദ്രനെ അങ്ങോട്ട് ശപിച്ചു. എറിഞ്ഞത് ആനയാണെങ്കിലും ശാപം കൊടുത്തത് ആരെയാണ്? ഇന്ദ്രനെയാണ്. അതിപ്പം പട്ടി കടിച്ചാലും പട്ടിക്കെതിരെ ആരും കേസ് കൊടുക്കാറില്ലല്ലോ, ഉടമസ്ഥനെതിരല്ലേ കേസ് കൊടുക്കുക, ആണോ? ഇതുപോലെ ഇന്ദ്രനും കൂട്ടർക്കും, ഇന്ദ്രനെ മാത്രാക്കില്ല, മൊത്തം ഹോൾസെയിൽ കൊടുത്തു. ഇന്ദ്രനും കൂട്ടർക്കും കൊടുത്തു ശാപം. എന്താ ശാപം? എല്ലാം ജരാതര വന്ന് വൃദ്ധരാവട്ടെ എന്ന്. പറയേണ്ട താമസം ഇന്ദ്രന് 89 വയസ്സ്.
എല്ലാം താടി നേഴുക പല്ലൊക്കെ വെച്ചതുപോലെ, ഒരു ആരോഗ്യം ഇല്ലാത്തതുപോലെ. ഇന്ദ്രൻ കാൽക്കൽ വീണു, മഹർഷേ അറിയാതെ പറ്റിയതാണ്, ആനെങ്ങനെ ഒരു പണി ഒപ്പിക്കുന്ന എനിക്കറിയോ, ക്ഷമിക്കണം, ഇതൊന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു. ദുർവാസാവ് പറഞ്ഞു, എനിക്ക് ശപിക്കാനേ അറിയുള്ളൂ, മാറ്റാൻ പറ്റില്ല എന്നു. ഓരോരുത്തർക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനേ അറിയുള്ളൂ, തീർക്കാൻ അറിയില്ല. ഈ ഇതൊക്കെ കേട്ടതും എന്നാ പിന്നെ പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന് ദേവന്മാരെല്ലാം പ്രാർത്ഥിച്ചും ധ്യാനിച്ചും കീർത്തിച്ചും അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തി. ബ്രഹ്മാവ് പറഞ്ഞു, നമുക്ക് പാലാഴി തീരത്തി എന്ന് സ്തുതിക്കാം. അങ്ങനെ ഭഗവാൻ പ്രകടമായി പറഞ്ഞു കൊടുത്തു, പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് സേവിച്ചാൽ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവാന്ന്. ഈ പാലാഴി കടയുക എന്ന് പറഞ്ഞാൽ ഇത് ആമസോണിൽ ഓർഡർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. ഇത് മെനക്കെടാൻ ആര് പറ്റും? അപ്പൊ പറഞ്ഞു മെനക്കെട് തന്നെ വേണം. അപ്പൊ എങ്ങനെ മെനക്കെടണം? അതിന് പാലാഴിയിൽ മന്ധരത്തെ കൊണ്ടുപോയിടും. ഈ മന്ധരത്തെ എന്ത് ചെയ്യണം? വലിക്കണം. ആര് വലിക്കും ഭഗവാനെ? ഇതിനാണോ ആരെ കൂട്ടുപിടിക്കണം? ആരെ കൂട്ടുപിടിക്കണം? ആരോഗ്യമുള്ള അസുരന്മാരെ കൂട്ടുപിടിക്കണം. ഒരു ഭാഗം അസുരന്മാരും ഒരു ഭാഗം ദേവന്മാരും അങ്ങനെ വലിക്കണമെന്ന്. ദേവന്മാര് പറഞ്ഞു അസുരന്മാര് വരുമെന്ന്. അങ്ങനെയാണ് 50-50 ഷെയർ കണ്ടുപിടിച്ചത്. അമൃത് കിട്ടിയാൽ 50% ആർക്ക്? അസുരന്മാർ. ഇത് പറഞ്ഞപ്പോ അവർ ഓക്കെ ശരി ഞങ്ങളും വരാം. അല്ലെങ്കിൽ അവർ തമ്മിൽ കണ്ടുകൂടാത്ത ടീമാണ്. ഒരു 50% കിട്ടും എന്നുള്ളൊരു കരാറ് പറഞ്ഞുകൊണ്ട് അവര് റെഡി ചെയ്യും. അങ്ങനെ അവര് തയ്യാറായി. ഭഗവാൻ മന്ധരത്തെ കൊണ്ടുപോയിട്ടു. തല ദേവന്മാരും വാല് അസുരന്മാരും ഇങ്ങനെയായിരുന്നു വലിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് അസുരന്മാര് വലി നിർത്തി. അപ്പൊ ചോദിച്ചു എന്താ പറ്റിയതെന്ന്. ഈ ദേവന്മാർക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾ വാല് പിടിക്കുന്നവരാണെന്ന്, ഇനി ഞങ്ങളെ വാല് പിടിക്കാൻ കിട്ടില്ല എന്ന്. അപ്പൊ ദേവന്മാരാണെങ്കിൽ അവരും വലി നിർത്തി. കാരണം ഈ പാമ്പിന്റെ ഉള്ളിൽ നിന്ന് വായിൽ നിന്ന് വലിയ ദുർഗന്ധം വന്നപ്പോ, അല്ലെങ്കിലേ എല്ലാം 98 വയസ്സ്, ഇതിൻ്റെ ഇടയിൽ ഈ ദുർഗന്ധം കൂടി തട്ടിയപ്പോഴേക്കും അവർ വളരെയധികം വിഷമിച്ചു. അവർക്ക് തല വേണ്ട, അസുരന്മാർക്കോ വാലും വേണ്ട. ഭഗവാൻ പറഞ്ഞു നന്നായി ദേവന്മാരെ, നിങ്ങൾ അവരോട് ഒരു മര്യാദ കാണിക്കേണ്ടതായിരുന്നു, നിങ്ങൾ അവർക്ക് തല കൊടുക്കേണ്ടതായിരുന്നില്ലേ. അസുരന്മാർ വിചാരിച്ചു എന്തൊരു സ്നേഹത്തിൽ പറയാന്നുള്ളത്, ഇവർക്കിത് കൊണ്ടു നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് തരുന്നത്. അവസാനം എക്സ്ചേഞ്ച് ചെയ്തു. ദേവന്മാര് വാലും അസുരന്മാര് തലയും. ഈ വലിയുടെ ഇടയിൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പാമ്പ് മാത്രമേ വലിയുള്ളൂ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് ഒരു പർവ്വതം ഉണ്ടായിരുന്നല്ലോ, അത് കാണുന്നില്ല. അപ്പൊ പർവ്വതം എന്ത് ചെയ്തു വെച്ചാൽ താഴോട്ട് പോയിരുന്നു ഈ മാറ്റത്തിന്റെ ഇടയിൽ. പിന്നെ ഭഗവാൻ കൂർമ്മമായി ഇതിനെ പൊക്കിയെടുത്തിട്ട് അങ്ങനെ വലിച്ച് അതിൽ നിന്നതാ ഇളകി 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 വരുന്നു ആദ്യത്തെ സാധനം. അതാണ് കാളകൂട വിഷം. ഇതാരെങ്കിലും സേവിച്ചിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ഇത് കഴിച്ചിട്ട് ഈ ഭൂമി തന്നെ നശിച്ചു പോകുന്നു. അതുകൊണ്ടാണല്ലോ വൈകുന്നേരം കൃത്യമായി പലരും സേവിക്കുന്നത്. ആളുകൾ ഈ ഭൂമി നിലനിർത്തുന്നതേ അവരുള്ളത് കൊണ്ടാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ കടപ്പെട്ടിരിക്കുന്ന ആരോടാ അറിയോ? കള്ളുകൂടിയന്മാരോടാ. കാരണം കൃത്യം കുടിക്കുന്നോണ്ടാണ് മാസം വരുമാനം വാങ്ങിക്കാൻ പറ്റുന്നത്, അല്ലേ? ഏറ്റവും വലിയ റവന്യൂ കള്ളിൽ നിന്നാണ്. നാടിൻ്റെ ഒരു ഗതികേട് നോക്കൂ നിങ്ങൾ. കള്ളുകുടിയന്മാരുടെ പൈസ കൊണ്ട് ഒരുത്തനെ നശിപ്പിച്ചിട്ട് വേറൊരുത്തൻ, നമ്മൾ പറയില്ലേ ഒന്ന് കെട്ട് വേറൊന്നിന് വളമാകുക എന്ന് പറഞ്ഞ പോലെയല്ലേ ഇപ്പൊ നടക്കുന്നത് കേരളം? ആണോ? പറയൂ. എന്തൊരു കഷ്ടത്തിലാണ്. ഈ ഗവൺമെന്റിനൊക്കെ ഒരു ബുദ്ധി എന്നാ വരിക എന്ന് എനിക്കറിയില്ല. പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ട്. കള്ള് വിറ്റിട്ട് തന്നെ വേണോ പൈസ ഉണ്ടാക്കല്? ഇപ്പോഴത്തെ പുതിയതൊന്ന് തുടങ്ങുന്നു, പാലക്കാട് കള്ളിന്റെ കേന്ദ്രം. കള്ളല്ലാതെ ഒന്നും ഇവരുടെ തലയിലില്ലേ. ഇവർ കഴിഞ്ഞ ജന്മത്തെ കള്ളിൽ ജനിച്ച ടീമായിരുന്നു. എനിക്ക് മനസ്സിലാവില്ലേ. പോട്ടെ. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത്, അങ്ങനെ കാളകൂട വിഷം ആരെങ്കിലും സ്വീകരിക്കണം. ആര് സ്വീകരിക്കും? ആരുമില്ല. അസുരന്മാര് പറഞ്ഞു കരാറ് മറ്റേതിനാണെന്ന്. ഏതിന്? അമൃതത്തിനാണ് 50%. ഇത് നമ്മളായിട്ട് കരാറില്ല. ദേവന്മാരും എടുക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് പാവം മമ്മിയൊരപ്പൻ ഒരു മൂലയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഈ സാധനം ആരെടുത്തേക്ക് കൊണ്ടുപോയി? മമ്മിയൊരപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി. മമ്മിയൊരപ്പൻ ചോദിച്ചു എന്താണെന്ന്. ഇത് നല്ല കടുമുതര പായസം പോലെ ഇരിക്കുന്നു. ഈ സാധനം പരമശിവൻ കൈകൊണ്ട് വാങ്ങി അപക്ഷയൻ മഹാദേവ ഇതങ്ങോട്ട് കഴിച്ചതും ഭഗവാൻ പിന്നെന്ത് സംഭവിച്ചു?
കഥ കേട്ടില്ലേ നിങ്ങള്? എന്ത് സംഭവിച്ചു? പാർവതി ദേവി, ഇതൊന്നും നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. മൂലഭാഗവതത്തിൽ പാർവതി ദേവി തൊണ്ടയ്ക്ക് കയറി പിടിച്ചൊന്നുമില്ല. ഇതൊക്കെ മലയാള ഭാഗവതത്തിൽ നിന്ന് വന്നതാണ്. പാർവതി ദേവി കഴുത്ത് പിടിച്ചു എന്ന് ഭാഗവതത്തിൽ ഇല്ല. വാസ്തവത്തിൽ പരമശിവൻ തന്റെ തപശക്തി കൊണ്ട് ആ വിഷത്തെ എവിടെ പിടിച്ചു നിർത്തി? കഴുത്തിൽ പിടിച്ചു നിർത്തി. നോക്കൂ നിങ്ങള്, ഭാഗവതത്തിൽ പറയുന്നത് സർവഭൂതങ്ങളോടും ദയയുള്ള ഭഗവാൻ തന്റെ തപശക്തി കൊണ്ട് ആ കാളകൂട വിഷത്തെ കഴുത്തിൽ അവിടെ പിടിച്ചു നിർത്തി. യോഗശക്തി അതവിടെ കിടന്ന് എന്തായി? നീല നിറത്തെ എടുത്ത് ഭഗവാന് പേര് തന്നെ നീലകണ്ഠനായി. ആ ദിവസമാണ് സർവഭൂതങ്ങളും ഉറക്കൊഴിഞ്ഞ് ഭഗവാന്റെ ആ തപസ്സിന്റെ ദിവസം. ആ ദിവസമാണ് ഇന്ന് നമ്മൾ ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഈ കഥ നമ്മൾ പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിലൊരു സന്ദേശം എപ്പോഴും ഓർക്കണം. കാളകൂട വിഷം ശിവൻ സ്വീകരിച്ചു, പക്ഷെ അത് ശിവനെ ഒരിക്കലും നശിപ്പിച്ചില്ല. ശിവൻ അതിനെ പിടിച്ചു നിർത്തേണ്ടടുത്ത് പിടിച്ചു നിർത്തി. അപ്പൊ ഇവിടെ എന്ത് കാളകൂട വിഷമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത്? എപ്പോഴും ഓർത്തോണം, കാളകൂട വിഷം ഒരു സാധനം നശിപ്പിക്കുന്നതാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാളകൂട വിഷമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അലസതയാണ്. എന്താണ്? അലസതയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. ആലസ്യമേവ പരാജയം എന്നാണ്. അലസതയാണ് പരാജയം. അപ്പൊ എന്ത് വേണം? ഈ വിഷത്തെ തലയിൽ നിങ്ങളുടെ ഇറക്കണം. വിഷം എവിടെയാ ഇരിക്കുന്നത്? ഇപ്പം എവിടെ ഇരിക്കുന്നത്? അതിനാണ് മനുഷ്യൻ തൻ്റെ തപശക്തി കൊണ്ട്, മനസ്സിലായില്ലേ, അനുഷ്ഠാന ശക്തി കൊണ്ട് അതിനെ അങ്ങോട്ട് താഴേക്ക് കൊണ്ടുവരണം. അവിടെ പിടിച്ചു നിർത്തണം. തന്നിലേക്ക് ചേരാൻ സമ്മതിക്കരുത്. തലയിലും നിൽക്കരുത്, ഹൃദയത്തിലും നിൽക്കരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ഉണർന്നിരുന്നാൽ, ജീവിതത്തിൽ ഉണരാൻ തുടങ്ങിയാൽ, അവരുടെ ജീവിതം ഒരു ഭൂഷണമായി തീരും. പരമശിവന്റെ കാളകൂട വിഷം ഒരു ദോഷമല്ല, ഭൂഷണമായി തീർന്നു, ആഭരണമായി തീർന്നു. ഇതുപോലെ ജീവിതം നമുക്കൊരു ശാപവുമാവരുത്, ജീവിതം നമുക്കൊരു ദുഃഖവുമാവരുത്, ജീവിതം നമുക്കൊരു ആഭരണമായി മാറണം. അപ്പൊ ആഭരണമായി മാറണമെങ്കിൽ നമ്മളിലുള്ള തമോ ഗുണത്തെ നമുക്ക്, അലസതയെ നമുക്ക് ജയിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉള്ളതാക്കി കൊണ്ട് നടക്കണം. എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ കൊണ്ടു നടന്നോക്കൂ. ഒരു 5 മണിക്ക് അങ്ങോട്ട് എണീക്കുക, 4-4:30 എണീക്കാണ് ഒട്ടുമോ. അത് കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്കും എല്ലാം ക്ലോസ് ചെയ്തു. അതുവരെ ജീവിതം അങ്ങനെ നല്ല കാര്യങ്ങളിൽ മുഴുകി ജീവിച്ചാൽ സമയം കടന്നു പോകുന്നത് പറയൂ അറിയില്ല. വയ്യാതെയായാൽ ഇരുന്നും ജപിക്കാലോ, അതിൽ ആനന്ദം കണ്ടെത്താം. അപ്പൊ അങ്ങനെ ജപവും ധ്യാനവും പാരായണവും ഒക്കെയായിട്ട് ലൈഫിനെ അങ്ങനെ കൊണ്ടുപോയാൽ അവസാനം വരെ വലിയൊരു വിഷമമില്ലാതെ ജീവിതത്തെ കൊണ്ടുപോകാം. കാരണം നിങ്ങളുടെ സകല അലസതയിലാണ് അവശ്യതയിരിക്കുന്നത്. അലസതയില്ലെങ്കിൽ അവശ്യതയില്ലേ, ഓർത്തോളൂ. അലസന്മാര് മാത്രമേ അവശ്യമായി തീരുള്ളൂ. അലസതയും അവശ്യതയും ഉണ്ടെങ്കിൽ അവിടെ അസ്വസ്ഥതയും ഉണ്ട്. ജീവിതത്തിൽ എന്നും അവർക്ക് സൗഖ്യമുണ്ടാവില്ല. അസ്വസ്ഥമായ മനസ്സിൽ എന്ത് സുഖം കിട്ടാനാണ്? അതുകൊണ്ട് അലസമാവാനും അവശ്യമാവാനും അസ്വസ്ഥമായി ജീവിക്കാനും മനസ്സിനെ ഒരിക്കലും അവർക്ക് പറയൂ സമ്മതിക്കരുത്. ഗീതയില് 3-ാം അധ്യായത്തില് 5-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ കാളകൂടം ഏതാണ്? അവിടെ പറയും കൃഷ്ണൻ, നഹി കശ്ചിക്ഷണമപി അകർമ്മകൃത തിഷ്ഠതി കാര്യഹി അവശകർമ്മ സർവ പ്രകൃതി ജൈർഗുണേ. ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അലസതയാണ്. ഈ അലസതയാണ് നമ്മളെ അവശ്യമാക്കി തീർക്കണം. കാര്യദീഹി അവശകർമ്മ. നിങ്ങൾ നോക്കൂ, നഹി കശ്ചിത്, നഹി എന്ന് പറഞ്ഞാൽ നെവർ, കശ്ചിത് എന്ന് പറഞ്ഞാൽ അല്പം, ക്ഷണമപി
ഒരു ക്ഷണനേരത്തേക്ക് പോലും കർമ്മം ചെയ്യാതെ അലസമായി ഇരിക്കരുത്. നത്തിഷ്ഠതി കാര്യതീഹി അവശ്യ. അലസമായിരുന്നാൽ നിങ്ങളെ അത് എന്ത് ചെയ്യും? അവശ്യമാക്കും. അത് നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കും. നിങ്ങളായി നിങ്ങളുടെ ജീവിതം തകർക്കും. മനസ്സിലായില്ലേ? എന്നാൽ എപ്പോഴും എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ, മനസ്സ് ഒക്യുപ്പൈഡ് ആയാൽ സമയം കടന്നു പോകുന്നത് ഉറക്കെ പറയൂ, അറിയില്ല.